നമസ്കാരമുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ റൈസ് ഓട്ടോമോട്ടീവ് സൊല്യൂഷൻ്റെ പിന്നെ ഒരു 3 ദിവസമായിട്ട് നമ്മൾ സ്റ്റാളിലായിരുന്നു. നമ്മുടെ വർക്ക്ഷോപ്പ് അസോസിയേഷൻ്റെ 2023-ലെ 38ാമത്തെ അവരുടെ ആനിവേഴ്സറി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ നമ്മൾ ഈ സ്റ്റാളിൽ വെച്ചിട്ട് നമ്മൾ പുതിയൊരു ടൂള് PS70 എന്ന് പറഞ്ഞൊരു ടൂള് എക്സ്റ്റോളിൻ്റെ PS70 എനിക്കറിയാം. ഒരുപാട് ആൾക്കാർ എൻക്വയറിയുള്ള ടൂളാണ് ഈ PS70. അപ്പോൾ ആ PS70ക്ക് പകരം പുതിയതായിട്ട് നമുക്ക് XT70 ഒരു ടൂൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ടൂൾ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. വ്യത്യാസങ്ങളൊന്നുമില്ല. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ PS70ക്കകത്ത് കുറച്ചും കൂടി PS70 ചെറിയൊരു 32 GB റാമാക്കി കുറച്ചും കൂടി ഇൻറ്റേർണൽ മെമ്മറി കൂട്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ സെയിം തന്നെയാണ്. ഒരു ചെറിയ കുഞ്ഞു പെട്ടിയാണ് 70,000 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ആ റേറ്റ് വരുന്നതിൽ കണ്ടോളൂ, ചെറിയൊരു പെട്ടി എക്സ്ട്രാ കുഞ്ഞു പെട്ടി. ആ പെട്ടി ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പെട്ടി തുറക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട്. പെട്ടി ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഒരു സാധനമില്ല. ആകെ വരുന്നത് നമ്മുടെ ഒരു കേബിള്, അതുപോലെ തന്നെ നമ്മൾ നോക്കൂ നമ്മുടെ ഒരു USB, പിന്നെ നമ്മുടെ ഈ സാധനം ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അത് പോരാണ്ട് വളരെ സെയിം സാധനം തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ എക്സ്റ്റൂളിനൊരു പ്രശ്നമുണ്ട്. എക്സ്റ്റൂള് നല്ല വർക്കാണെന്നാണ് മാർക്കറ്റിൽ ഭയങ്കര അറിവ്. നമ്മളോട് ഇഷ്ടംപോലെ എൻക്വയറി ഉള്ളതാണ്. പക്ഷെ ഇത് കാണുമ്പോൾ എപ്പോഴും ആ ഒരു ചൈനയുടെ ക്വാളിറ്റി അവർ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ലോഞ്ചിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പെട്ടിയിൽ തുറന്നതിനെ കുറിച്ചുമ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇതിനൊരു ക്വാളിറ്റി ഒരു വ്യത്യാസമുണ്ട്. ടാബ് അപ്പോൾ ഇങ്ങനത്തെ ടാബാണ് മാറിയിരിക്കുന്നത്. ഇങ്ങനെ വെക്കാനുള്ള സൗകര്യത്തിലേക്ക് മാറ്റിയിട്ട് അവർ നമുക്കിങ്ങനെ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന രീതിക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു കസ്റ്റമറിന് കൊടുക്കാനുള്ളതാണ്. കണ്ട കസ്റ്റമറിനൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് വരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ഇതിലിപ്പോൾ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യാൻ പറഞ്ഞാൽ PS70 സെയിം വർക്കുകൾ തന്നെ ഇതിൽ നടക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് സ്പേസ് ഇതിൽ കൂടി പല കസ്റ്റമറിനെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ PS70 വാങ്ങിയിട്ട് 3 കൊല്ലത്തേക്കോ 4 കൊല്ലത്തേക്കോ അപ്ഡേഷൻ ആണെങ്കിൽ ഈ അപ്ഡേഷൻ ഒരു കൊല്ലോ 1.5 കൊല്ലോ കഴിയുന്ന സമയത്ത് ഈ അപ്ഡേഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് വരിക, സ്പേസ് ഇല്ലാത്ത പ്രശ്നം വരും. അപ്പോൾ ആ പ്രശ്നം നമ്മളിവിടെ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ പ്രോഗ്രാമിങ്ങും ECU പ്രോഗ്രാമിങ്ങിലൊക്കെ സാധാരണ PS70 കിട്ടുന്നതിനേക്കാളും അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ നോക്കൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ ഇതാ ഒരു ഓരോ ലെറ്ററായിട്ട് വരുന്നു. നമുക്ക് ഇംഗ്ലീഷാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ നോക്കി. നമ്മുടെ നെറ്റ് കണക്ട് ചെയ്തിട്ട് അപ്ഡേഷൻ ചെയ്തിട്ടില്ല ഈ ടൂള്. പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു ഓപ്പണായി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ജസ്റ്റ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്ന വീഡിയോ കൂടി നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്ഡേഷൻ ചെയ്തിരുന്ന നാളെ കസ്റ്റമറിന് കൊടുക്കാത്തൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഒരു എൻക്വയറി ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അതൊരു അൺബോക്സിങ് മാത്രം. ഇത് രണ്ടാമതിന് നിങ്ങൾക്ക് ഇതിൻ്റെ എങ്ങനെ വർക്ക് ഇപ്പോൾ നാളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, ഈ ടൂള് ഉപയോഗിക്കാൻ എങ്ങനെ ഉപയോഗിക്കാം, ഏതൊക്കെ വണ്ടികൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഈ തിങ്കളാഴ്ച തന്നെ നമ്മൾ ഇടുന്നുണ്ട്. ഈ സാധനം ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അങ്ങനെ ആദ്യം കയ്യിലെത്തിയിട്ടില്ല ഈ XT70 എന്ന് പറഞ്ഞ ടൂള്. അപ്പോൾ ഇതാണ് XT70. PS70 തന്നെയാണ്. ഇനി PS70 എന്ന് പറഞ്ഞ പേരിൽ ഒരു ടൂള് മാർക്കറ്റിലില്ല. ഇനി എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർക്ക് കിട്ടാൻ പഴയ സ്റ്റോക്ക് മൊത്തം എക്സ്റ്റൂൾ ഇന്ത്യയിൽ കഴിഞ്ഞു. ഇനിയുള്ളത് മൊത്തം ഈ എക്സ്റ്റൂളിൻ്റെ ഈ XT70 പറഞ്ഞ ടൂളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് മാത്രമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് നമ്മളിതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ നിങ്ങൾക്ക് ഇട്ടുതരാം.